ഇപ്പോൾ ബി.ജെ.പി. സ്റ്റേറ്റ് സെക്രട്ടറിയായ പി. ശ്യാംരാജ് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ചേരുകയാണ്. ശ്രീ ശ്യാംരാജ്, ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നൊരു കാര്യമാണ്. ഈ സ്കൂളിൽ കൂടി ഇത്തരം ചില പ്രീണന സ്വഭാവം അടിച്ചേൽപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നാൽ കണ്ടില്ല എന്ന് നടിക്കാനുള്ള ഒരു പ്രവണത കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പലസ്തീനെ അനുകൂലിച്ചുകൊണ്ടാണ് കാസർഗോഡ് സ്കൂളിൽ മൂകനാടകം അവതരിപ്പിച്ചത് എന്ന് മാത്രമല്ല, ആ മൂകനാടകത്തിനെ അനുകൂലിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഒന്നിപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന് ജോലി ചെയ്യുന്ന CPM ആണെന്ന് സംശയമുണ്ട്. അവർക്ക് പോപ്പുലർ ഫ്രണ്ടിനേക്കാളും വലിയ ഭക്തിയാണ് CPM ഇപ്പോൾ ഉള്ളത്. അത് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞാൻ ഇന്നലെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും പ്രത്യേകിച്ച് CPM നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ പ്രസ്ഥാനം ശ്രദ്ധിക്കുമ്പോൾ, ഒന്ന്, ഒരു വശത്ത് ശബരിമലയിലെ തിരുവാഭരണങ്ങൾ അടക്കമുള്ളത് മോഷണം പോയതിൽ നിശബ്ദരായിട്ടിരിക്കുകയും, മറുവശത്ത് ഒരു സ്കൂളിലെ കുട്ടികൾ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ചാടി വീണ് അഭിപ്രായം പറയുകയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകൾ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള കലാപരിപാടി, ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ നടക്കേണ്ട ഒരു സ്ഥലമല്ല. അതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് തികച്ചും മതപരമായിട്ടുള്ള ശൈലിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇസ്ലാമിക പ്രകടനം പോലുള്ള കാര്യങ്ങളിലേക്കാണ് സ്കൂളുകളിലോട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ചൂട്ടുപിടിക്കുന്ന രീതിയിലാണ് ഈ മന്ത്രിമാരും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കളിയാണ്. കാരണം കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുമൊക്കെയുള്ള ക്യാമ്പസുകൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഇപ്പൊ അമേരിക്കയിലൊക്കെ അവസാനം ട്രംപിന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ നിർത്തിവെപ്പിക്കേണ്ടി വന്നു. വിദ്യാർത്ഥികളെ പറഞ്ഞു വിടേണ്ടി വരെ ഒന്നാണ്. അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വരെയുണ്ട് ദൗർഭാഗ്യവശാൽ. അപ്പൊ അത്തരത്തിലൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളെയും സ്കൂളുകളെയും ഒക്കെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതിനകത്ത് CPM-നകത്തുള്ള പോപ്പുലർ ഫ്രണ്ട് ഫ്രാക്ഷനാണോ ഇതിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലെ അവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ സ്കൂളുകളും കോളേജുകളും പിടിച്ചടക്കി. ഇപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അവരുടെ യുവജനോത്സവത്തിന്റെ പേര് തന്നെ അത്തരത്തിലുള്ള ഇവരുടെ ഈ ഒരു വിപ്ലവ മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഇതിന്റെ പേര് ഇൻതിഫാദ് അങ്ങനെ എന്തോ ആണ്, പലസ്തീന്റെ. അപ്പൊ അത്തരത്തില് എല്ലാ കാര്യത്തിലും ഒരു പാലസ്തീൻ ഛായ കൊണ്ടുവരാനും ഒരു വർഗീയത കലർത്താനും വളരെ കഷ്ടപ്പെട്ട് CPM ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ നിലനിൽക്കുന്നതില് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് പാലസ്തീനിലൊന്നും അല്ല. അവിടെ അതിലും വലിയ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടത്തെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് മാത്രമാണ്. എപ്പോഴും പലസ്തീൻ എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ നടക്കുന്നതും. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സിനിമാ രംഗത്ത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പലസ്തീൻ അനുകൂലമായിട്ട് സിനിമാ രംഗത്ത് ചില ആളുകൾ മുദ്രാവാക്യം വിളിക്കലൊക്കെ ഉണ്ടായി. എന്തിന്? പഹൽഗാമിൽ 26 ഇന്ത്യക്കാരെ വെടിവെച്ച് വന്നപ്പോൾ ഒരു ശബ്ദം പോലും ഉയർത്താത്ത ആളുകളാണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്ലാൻഡ് വർക്കിന്റെ റിസൾട്ട് ആണോ എന്ന് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതും അതിന് വിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥാന സർക്കാരും തന്നെ പിന്തുണ കൊടുക്കുന്നതും വളരെ അപകടകരമായിട്ടുള്ള ഒരു. അത് മാത്രമല്ല ശ്രീ ശ്യാംരാജ്, അതിൽ പറയുന്നത് ഇതേ മായും തന്നെ ഇനിയും വേദിയിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആ പോസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ മൈം മൂകനാടകം അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ അപാകത മനസ്സിലാക്കിക്കൊണ്ടാണ് അത് നിർത്തിവെക്കാനുള്ള ഉത്തരവിലേക്ക് വരുന്നത്. പക്ഷേ അതിനെതിരെ ആർക്കാണ് ഇത്തരത്തിൽ നിർത്തിവെക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യശരങ്ങളുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്. അതായത് പരസ്യമായി ഹമാസിനെ പോലെയുള്ള ഭീകര സംഘടനകളെ അനുകൂലിക്കുക, ഇതാണ് തങ്ങളുടെ നയം എന്ന് അടിവരയിട്ട് പറയുക എന്ന തരത്തിലേക്കാണ് കൊച്ചുകുട്ടികൾ മുതൽ തന്നെ തുടങ്ങുന്നത്. നമ്മൾ കണ്ണൂരിലെ ഒരു സ്കൂളിൽ കണ്ടതാണ്. ഒരു വിദ്യാർത്ഥി, വെറും 7ാം ക്ലാസ്സിലെ 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി തൻ്റെ ചോദ്യ പേപ്പറിൽ അവൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഹമാസ് എന്നും ലഷ്കർ ഇ തൈബ എന്നും ഒക്കെ എഴുതിയ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇവരെല്ലാവരും ചേർന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ശ്രീ ശ്യാംരാജ്. അത് തന്നെയാണ് ഒരു പ്രശ്നം. ഇത് നോക്കൂ, ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല നടക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ എത്രയോ ഇപ്പൊ നടക്കുന്ന യുദ്ധത്തിന് തന്നെ തുടക്കത്തോടെയാണ്. ഈ നടക്കുന്ന യുദ്ധത്തിന് തന്നെ തുടക്കം എന്ന് പറയുന്നത് നിരപരാധികളായ 1500ഓളം ഇസ്രായേലികളെ അവരുടെ രാജ്യത്തിനകത്ത് കയറി വെടിവെച്ച് കൊല്ലുകയും അവരെ ഇപ്പോഴും ബന്ദികളാക്കി കൈവശം വയ്ക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത്ര വലിയ യുദ്ധം നടക്കുന്നത്.
അപ്പൊ അതിലെന്താണ് ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത? ഒന്ന്, നമ്മളുമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ലാത്ത ഒരു രാജ്യത്ത്, നമ്മളുമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ലാത്ത, ഭൂഖണ്ഡം പോലും മറ്റൊന്നായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് പക്ഷം പിടിക്കുന്നത്? ഇന്ത്യക്ക് എന്താണ്, ഇന്ത്യൻ ജനതയ്ക്ക് എന്താണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പങ്കെന്നാണ്? ഇനി മനുഷ്യത്വമാണെങ്കിൽ ഇരുപക്ഷത്തും മനുഷ്യത്വ വിരുദ്ധത ഉണ്ടായിരുന്നെന്ന് പറയണ്ട, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കണ്ടേ? ഈ യുദ്ധത്തിന്റെ തുടക്കമായിട്ടുള്ള പാലസ്തീൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താ കാണിക്കാൻ വേണ്ടി പറ്റാത്ത? അപ്പൊ ഇത് അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് തികച്ചും മതപരമായിട്ടുള്ള മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ട്, SDP വോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് CPM കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കണക്കും കൂടെ നിങ്ങളോട് പറയാം. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കലാപം നടക്കുന്നത് സുഡാനിലാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മരിച്ചു കഴിഞ്ഞു ആഭ്യന്തര യുദ്ധത്തിൽ. ഏകദേശം 1.5 കോടിയോളം ആളുകൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. 2.5 കോടി ആളുകൾ ഭക്ഷണമില്ലാതെ പോഷകാഹാരക്കുറവ് മൂലം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെക്കുറിച്ച് കേരളത്തിൽ ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവിടെ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വോട്ട് കിട്ടില്ല, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP-യുടെയും പിന്തുണ കിട്ടില്ല. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. എങ്ങനെയും 10 പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് പിടിക്കുക, അതിനു വേണ്ടിയിട്ട് എന്തും കാണിച്ചു കൂട്ടുക എന്നുള്ള അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ്. ഇതിനകത്തൊരു സമത്വമോ അല്ലെങ്കിൽ ഇരുവശവും ഒന്നായി കാണലോ മനുഷ്യത്വം ഒന്നുമല്ല ഇവരുടെ വിഷയം എന്ന് പറയുന്നത്. ഇത് മതമാണ്. ആ മതത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ, അല്ലെങ്കിൽ ആ 10 വോട്ടിന് വേണ്ടിയിട്ടുള്ള CPM-ന്റെ ആർത്തിയാണ് കാണുന്നത്. അത് കേരളത്തെ സത്യം പറഞ്ഞ ഒറ്റുകൊടുക്കലാണ്. ഇത് അവസാനം എത്താൻ വേണ്ടി പോകുന്നത് ഇത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ ആയിരിക്കും. അതിലാണ് CPM വളം വെച്ച് കൊടുക്കുന്നത്. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ ശ്യാംരാജ് പ്രതികരിച്ചതിന്.